Watch full episodes on Jio Hotstar. Happy, വേഗം ചെയ്യ്. വളരെ നന്നായിട്ടുണ്ട്. എന്റെ കിച്ചന്റെ പെയിന്റിംഗ് കഴിഞ്ഞു. ഇത് കണ്ടോ, എന്റെ കിച്ചന്റെ പണി കഴിഞ്ഞു. ഇനി ഒന്ന് പുറത്തു പോയി നോക്കട്ടെ. ഐഡിയ, ഇതുകൊണ്ട് വീട് മുഴുവൻ ഇപ്പൊ തന്നെ പെയിന്റ് ചെയ്ത് കഴിയും. വേഗം സ്റ്റാർട്ട് ചെയ്യുക. കൊള്ളാം, എന്ത് വേഗത്തിലാ നടക്കുന്നത്. ഇവിടെ എന്തേ നടക്കുന്നേ? അല്ലെങ്കിൽ കോർട്ട് മാർഷൽ ചെയ്യും ഞാൻ മീശ പിരിച്ചിട്ട്. ഈ അങ്കിൾ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? അതിന് ഞാൻ എന്താ ചെയ്ത്? പെയിന്റിംഗ് കഴിഞ്ഞു, വരൂ നമുക്ക് പുറത്തു പോകാം. എന്റെ പൊന്നു മോനെ പിനാക്കി, നീ പിണങ്ങിയോ? പിനാക്കി, ഞങ്ങള് വിഭൂതി മാൻഷനിൽ ബൂത്ത് പ്രൊട്ടക്ഷൻ പെയിന്റ് അടിക്കുമായിരുന്നു. ബൂത്ത് പ്രൊട്ടക്ഷൻ പെയിന്റ്? അതെ പിനാക്കി, എല്ലാ 100 വർഷം കൂടുമ്പോഴും നമ്മൾ ഈ സ്പെഷ്യൽ പെയിന്റ് അടിക്കണം. എന്നാലേ ഞങ്ങൾ ഭൂതങ്ങൾ ഇതിനകത്ത് സേഫ് ആകൂ. മീശ പിരിച്ചിട്ട്. പിന്നെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂർ സമയത്തേക്ക് ഒരു മനുഷ്യനും അകത്ത് പ്രവേശിക്കാൻ പാടില്ല. ഓ, അപ്പൊ ഇതാണ് കാര്യല്ലേ? വരൂ, ഇന്ന് നമുക്ക് മിസ്സിസ് സൂര്യ ഉണ്ടാക്കിയ ഒരു ചായ കുടിക്കാൻ പോകാം. അത് വളരെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും. എന്താണ് ആ ചായയിൽ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത്? അത് ചിലപ്പോൾ അവർക്ക് പോലും അറിയില്ലായിരിക്കും. പിനാക്കി, ഇനി ഇത് കണ്ടോളൂ. പിനാക്കി, നിനക്ക് അകത്ത് പോകണ്ടേ? എനിക്കകത്തേക്ക് പോണം. അതിന് നീ എന്താ ഇങ്ങനെ പറയുന്നേ? അയ്യോ, ഇതെന്താ സംഭവിക്കുന്നേ? അയ്യോ, ഇത് പിനാക്കിയുടെ ശബ്ദമാണല്ലോ. അയ്യോ അയ്യോ, എന്നെ രക്ഷിക്കൂ മീറ്റി മാം. അയ്യോ, താങ്കൾക്ക് എന്താ പറ്റിയേ? അത് ആ പൂച്ച വട്ടം ചാടിയപ്പോ ഞാനൊന്ന് ബ്രേക്ക് ഇട്ടതാ. ഇനി അടുത്ത 1 മണിക്കൂർ വരെ ഇവിടെ വരുന്ന മനുഷ്യരെ എങ്ങനെയാണ് വെൽക്കം ചെയ്യുക? ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ അതുവരെ ഞാൻ എവിടെ ഇരിക്കുക? പിനാക്കി, ഡോണ്ട് ഫിയർ, ഹാപ്പി ഈസ് ഹിയർ. പിനാക്കി, ഞാൻ ഇവിടെ ഉണ്ട്. താങ്ക് യു ഹാപ്പി. ഹാപ്പി, നിന്നോട് ആരാ പറഞ്ഞ പിനാക്കിയുടെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിടാൻ? 1 മണിക്കൂർ നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ ഗാർഡനിൽ കഴിയണ്ടല്ലോ. പിനാക്കി എന്താ ഇങ്ങനെ അലറി വിളിച്ചത്? മിണ്ടാതെ ഇരുന്നിട്ട്. മിസ് മീറ്റി, മിണ്ടാതിരുന്നിട്ട് ആരെങ്കിലും എങ്ങനെ അലറി വിളിക്കുന്നേ? നിങ്ങളുടെ ഒരു കാര്യം. മിണ്ടാതിരിക്കണം ഹാപ്പി, നിന്നെ ഞാൻ പണിഷ് ചെയ്യും നല്ല സ്റ്റൈലായിട്ട്. ആദ്യം നീ പറയൂ, ഈ പൊരി വെയിലത്ത് പുറത്ത് നീ എന്താണ് ചെയ്യുന്നത്? പിന്നെ ഈ ചൂട് സമയത്ത് ഇത്രയും കട്ടിയുള്ള ബ്ലാങ്കറ്റ് എന്തിനാ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത്? ഓ, അത് ഇപ്പൊ ക്ലൈമറ്റ് വളരെ മനോഹരല്ലേ, അതുകൊണ്ട് ഞങ്ങളെല്ലാരും പുറത്തിരിക്കാന്ന് വിചാരിച്ചു. അത് ശരി, നിന്റെ പെട്ടിയും കിടക്കാൻ മാത്രം എന്തിനാ പുറത്ത് വെച്ചിരിക്കുന്നത്? അത് പിന്നെ ആക്ച്വലി വീട്ടിൽ റിനോവേഷൻ നടക്കുകയാണ്. നോക്കിക്കേ, ഞങ്ങൾ എല്ലാവരും പുറത്തിരിക്കല്ലേ. താങ്കൾ ഇവിടെ തന്നെ. തീർച്ചയായും, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നീ എന്തിനാ പിന്നെ അലറി വിളിച്ച പിന്നാക്കേ? അത് സന്തോഷം കൊണ്ട് അലറിയതാ. സന്തോഷം കൊണ്ടാണോ? ധീരു സാർ, എനിക്ക് നിങ്ങളോട് 1 മിനിറ്റ് ഒന്ന് സംസാരിക്കണം. എക്സ്ക്യൂസ് മീ. എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ സംശയം തോന്നിയെന്ന്. Never fear when you have happy is here. ധീരു സാർ, എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി.
തീർച്ചയായും ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ആ തീർച്ചയായും അവർ പാവം പിനാക്കിയോട് വളരെ മോശമായാണ് പെരുമാറുന്നത്. സ്കൂളിൽ എത്ര സ്നേഹത്തോടാ പൊന്നു മോനെ പിനാക്കി എന്നൊക്കെ വിളിച്ചു വരുന്നത്. ഇന്നാണ് ഇവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാവുന്നത്. നമുക്ക് പിനാക്കി ഇവിടെ നിന്ന് രക്ഷിക്കണം. നമ്മളിനി എന്ത് ചെയ്യും? ഡോണ്ട് വറി ആന്റി, ഞാൻ എല്ലാം നോക്കിക്കോളാം. നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് പോലെ ചെയ്താ മാത്രം മതി. നിങ്ങൾ സ്കൂളിൽ നിന്ന് നേരിട്ടല്ലേ വന്നത്? വിശക്കുന്നുണ്ടാവും അല്ലേ? ആന്റി, കുറച്ച് ചായ സ്നാക്സ് ആയാലോ? ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇതാ കഴിക്കും. പിനാക്കിയുടെ ഫേവറേറ്റ് ചായയും ബജിയും. ഇതെന്താണ്? വഴുതനങ്ങ ബജിയും കൂടെ വെളുത്തുള്ളി ചായയും. ഇതാണോ പിനാക്കിക്ക് കഴിക്കാൻ കൊടുക്കുന്നത്? അയ്യോ, ഈ ആന്റി വല്ല കുഴപ്പം ഒപ്പിച്ചോ? സൂര്യ ആന്റി, ആന്റി ബജിയിൽ കൂടുതൽ എരിവൊന്നും ഇട്ടില്ലല്ലോ അല്ലേ? ഡോണ്ട് വറി പിനാക്കി, ഓരോ ബജിയിലും ഞാൻ വഴുതനങ്ങയുടെ കൂടെ 100 ഗ്രാം പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചായയിലാണ് പഞ്ചസാരയ്ക്ക് പകരം 200 ഗ്രാം ചുവന്ന മുളക് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുള്ളത്. എന്താ സർ, മാം ചായ കുടിക്കണ്ട. ഇവരെ വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തടയണം. പേടിക്കേണ്ട. This cake will cool down the heart. അയ്യോ, ഇതിന്റെ മുളകിട്ട സ്പൈസി കേക്കാണല്ലോ ഹാപ്പി. ഓ നോ, ഇനിയിപ്പോ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. അങ്കിൾ, നിൽക്കൂ മാം. ചൂട് ചായ കുടിച്ചതിന് ശേഷം വെള്ളം കുടിച്ചാൽ ജലദോഷം പിടിക്കും. മാം തന്നെയല്ലേ ഇത് ക്ലാസ്സിൽ പറഞ്ഞു തന്നത്? ഇത് ട്രൈ ചെയ്യൂ. ഇത്ര എരിവ് കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ വയറ്റിൽ നിന്ന് ഗുളുഗുളു സ്വരം വരുന്നുണ്ടല്ലോ. ടോയ്ലറ്റ്, ടോയ്ലറ്റ് എവിടെയാ? ധീരു സർ, താങ്കൾ അങ്ങോട്ട് വെക്കോളൂ, ആ കുറ്റിക്കാട്ടിലേക്ക്. നീ എന്താ കുറ്റിക്കാട്ടിലാണോ ടോയ്ലറ്റിൽ പോകുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ പുറകിലുള്ള വഴിയിലൂടെ പോയാ അതൊരു അതിമനോഹരമായ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്. എന്ത് നല്ല വ്യൂ ആണെന്നോ. വാ 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 വാ, അതിഗംഭീരമായ ലുക്കാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ പോലെ. ഹാപ്പി നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകും? Follow me. ഒരു അടിപൊളി അനുഭവത്തിന് ഗംഭീര ടോയ്ലറ്റ് ആണ് ഒരുക്കിയിരിക്കുന്നത്. കൊള്ളാലോ, എന്ത് നല്ല ഗാർഡൻ. മോനെ ഹാപ്പി, എന്താണെന്നറിയോ, ഞാനൊരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്നു. പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ ഒരു ശങ്ക. ഞാൻ ടോയ്ലറ്റിൽ പോയി. സത്യത്തിൽ അത് നല്ല തിളക്കമുള്ള ഗംഭീരമായ തിളക്കമുള്ള അടിപൊളിയായ ടോയ്ലറ്റ്. ശരിക്കും ആ ടോയ്ലറ്റ് വളരെ വൃത്തിയുള്ളതായിരുന്നു. അത് വൃത്തികേടാക്കണ്ടെന്ന് കരുതി ഞാൻ വേഗം പുറത്തിറങ്ങി. പിന്നെ ഞാൻ ഹോട്ടലിന് അടുത്തുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് ചെന്നു. വൃത്തികെട്ടത്, നാറിയിട്ട് വയ്യ. വൃത്തിയുള്ളത് വേണ്ട, പബ്ലിക് ടോയ്ലറ്റ് മതി. വൃത്തിയില്ലാത്തത്, നാറ്റമുള്ളത്, പിന്നെ ഞാൻ ചാടി ഇറങ്ങി നേരെ 5 സ്റ്റാർ ഹോട്ടലിലെ ടോയ്ലറ്റിലേക്ക് പോയി. എന്ത്? ഞാനൊരു കാര്യം പറയട്ടെ. അതെ, ടോയ്ലറ്റ് എത്തിക്കഴിഞ്ഞു. ഏയ് മാറി നിൽക്കണം, എനിക്ക് ഇത്തിരി ധൃതിയുണ്ട്. ഈ വയറ്. പാവം പിനാക്കി ഈ വൃത്തികെട്ട ടോയ്ലറ്റിലാണോ ദിവസവും പോകുന്നത്? വാ, നമുക്ക് തിരിച്ചു പോകാം. എന്റെ കാര്യം കഴിഞ്ഞു. പിനാക്കിയോട് വളരെ മോശമായിട്ട് അവര് പെരുമാറുന്നത്. പിനാക്കി, നീ ഒന്ന് അകത്തേക്ക് വന്നേ. നിന്നോട് ഞങ്ങൾക്ക് തനിച്ചൊന്ന് സംസാരിക്കാനുണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കാലോ മാം. തനിച്ചെന്തിനാ സംസാരിക്കുന്ന? എല്ലാവരുടെയും മുന്നിൽ സംസാരിക്കാലോ. കണ്ടോ, ഇവൻ ഫാമിലിയെ ഒരുപാട് പേടിക്കുന്നു. നീ എന്തായാലും ഞങ്ങളുടെ കൂടെ വാ. ഇനി എന്താണോ അടുത്ത പ്രശ്നം? ഏതായാലും
രക്ഷപ്പെട്ടു. പിനാക്കിയുടെ ടീച്ചേഴ്സ് നമ്മളുടെ ഈ എല്ല് രൂപം കണ്ടിരുന്നെങ്കിൽ നമ്മൾ ഓവർ ആൻഡ് ഔട്ട് ആയി പോയേനെ. ഇവര് നിന്നോട് എത്ര മോശമായിട്ടാ പെരുമാറുന്നു പിനാക്കി. ഓഹോഹോ, ഈ മഴയത്ത് നിന്നെ അകത്ത് കയറ്റുന്നില്ലല്ലോ. നീ നനഞ്ഞ് പനി പിടിച്ച് കിടന്നാലും ശരി, അവർക്ക് നിന്നെ കുറിച്ച് യാതൊരു വിചാരവുമില്ല. ഇല്ലില്ല, നിങ്ങൾ എന്റെ ഫാമിലിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. മിണ്ടരുത്, ഒരു തെറ്റിദ്ധാരണയുമില്ല. തെറ്റായ ഫാമിലിയാണ്. നിന്നെ ഇനി ഒരു മിനിറ്റ് പോലും ഇവിടെ നിർത്തില്ല, മനസ്സിലായോ? പക്ഷെ സർ, ഇപ്പൊ നല്ല മഴയല്ലേ? ഇങ്ങ് വാ, ഇപ്പൊ മഴയൊക്കെ മാറി. ഒന്ന് കേക്കു മാം, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇന്നൊരു കാര്യത്തിൽ ഉറപ്പായി, നീ ഇവിടെ ഒട്ടും വെൽക്കം അല്ല എന്ന്. വെൽക്കം? എന്ത് പറ്റി? കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഞാൻ ആ രഹസ്യമിനെ നിങ്ങളോട് തുറന്നു പറഞ്ഞേ മതിയാകൂ. രഹസ്യമോ? എന്ത് രഹസ്യമോ? ആ രഹസ്യം ഇതാണ്. ഇപ്പൊ മനസ്സിലായോ എന്തിനാ എന്റെ ബ്ലാങ്കറ്റ്സ് പുറത്ത് വെച്ചിരുന്നേന്ന്? കൊള്ളാലോ, ഈ ബ്ലാങ്കറ്റ് നല്ല വെണ്ണ പോലെ സ്മൂത്ത് ആണല്ലോ പിന്നാക്കി. പിനാക്കി, എന്താണ് രഹസ്യം? ആ രഹസ്യം എന്താണെന്ന് വെച്ചാ, ഞങ്ങൾ ഈ പ്രാങ്ക് തയ്യാറാക്കിയത് സന്തുവിന് വേണ്ടിയാണ്. അവൻ ആ വെൽക്കം മാറ്റിൽ സ്റ്റെപ്പ് ചെയ്താൽ ഉടനെ സ്പ്രിംഗ്, അങ്ങനെ അവൻ തലതിരിഞ്ഞ് സൂപ്പർമാൻ ആകും. ഓ, അപ്പൊ അതായിരുന്നു കാര്യം. സോറി മിസ്റ്റർ ആൻഡ് മിസ്സസ് സോറി. ഞങ്ങളാണെങ്കിൽ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. പിനാക്കി ഇവിടെ എത്രയോ സന്തോഷവാനാണ്. ഞങ്ങൾ വെറുതെ എന്തെല്ലാമോ ആലോചിച്ചു കൂട്ടി. Don't think, just be happy. പിനാക്കി, ധീരു സർ, പോകാം. ഇങ്ങോട്ട്. വീണ്ടും ഒരു സൂപ്പർമാനാകാൻ. തീർച്ചയായും മാം. Watch India's largest kids library only on Jio Hotstar. Download the app now.